ഹായ് ഗായ്സ്, ആവേശം. ഫഹദ് ഫാസിലിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയണം ഈ പടം. വേറൊന്നും ഈ പടത്തിനെ പറ്റി പറയാനില്ല. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ നടൻ്റെ ഒരു 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 മാക്സിമൈസ് വേർഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി, അദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ ഒരു മോഡുലേഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേയധികം പ്രത്യേകതകളുള്ളൊരു നടൻ തന്നെയാണ് ഫഹദ് ഫാസിൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ വോയിസാണ്. ലൗഡ് വോയിസാണ്, ഭയാനക ലൗഡാണ്. ഇപ്പോൾ ഈ ആവേശം എന്ന് പറയുന്ന പടത്തിൽ, ഈ പടത്തിൽ അദ്ദേഹം അലറുന്നൊരു സീനുണ്ട്. 2-3 സീൻ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്റർ അങ്ങ് നിന്ന് കുലുങ്ങുവാണ്. പിന്നെ എല്ലാവരും എൻജോയ് ചെയ്തു. ഞാൻ കണ്ടതൊരു 100% പായ്ക്ഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിലാണ്. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യുന്നു, വളരെയധികം ഹാപ്പി ആയിട്ട് ഓരോ സീൻസ് വരുമ്പോൾ ചിരിച്ച് കൈയടിച്ച്. പടം തീർന്നതിന് ശേഷവും തിയേറ്ററിൽ എല്ലാവരും ഡാൻസ് കളിക്കുന്നു, എല്ലാവരും എൻജോയ് ചെയ്യുന്നു വളരെയധികം. എനിക്ക് തോന്നുന്നത് ഇതൊരു ബിഗ് ബഡ്ജറ്റ്, ഒരു 100 crore ഒക്കെ കയറാൻ സാധ്യതയുണ്ട്. കാര്യം അതല്ല, അതിന് മേലെ ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും തന്നെ വിജയിക്കുകയാണ്. ഇപ്പോൾ ആടുജീവിതമാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും കുറേ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പടങ്ങളെല്ലാം തന്നെ വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ലിസ്റ്റിലേക്ക് എപ്പോഴും നമുക്ക് ചേർക്കാൻ പറ്റുന്നൊരു പടം തന്നെയായിരിക്കും ആവേശം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആക്ടേഴ്സാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 ചെറുപ്പക്കാർ പഠനത്തിനായിട്ട് കേരളം വിടുന്നു. അവിടെ ചെല്ലുന്നു, കുറച്ച് ഗ്യാങ് വാഴ്സ് അവർ തമ്മിലുണ്ടാകുന്നു. അതിൻ്റെ ബേസിസിൽ അവർ എങ്ങനെയാണ് ഫഹദ് ഫാസിൽ എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അതെങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ട് മാറുന്നതെന്നൊക്കെയാണ് ഈ കഥ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈലാണ് ഇതിനകത്ത്, ഇത് എഡിറ്റിംഗ് ആൻഡ് മേക്കിംഗ് സ്റ്റൈൽ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക്, ഇത് അടിപൊളി. ഇപ്പോൾ സൂഷിൻ ഷ്യാമിനെ നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ ഈ ഒരു കാര്യത്തിൽ. അതായത് അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹം വളരെ യുണീക്കായിട്ട് പ്രൊജക്റ്റ് അല്ലെങ്കിൽ വർക്ക് തിരഞ്ഞെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എല്ലാ വർക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചന്നം പിന്നെ വാരിക്കോലും ചെയ്യുന്ന ആളല്ല, വളരെ പർട്ടിക്കുലറായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ചെയ്ത് വെക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് നോർത്ത് നോക്കാം, അല്ലെങ്കിൽ വീണ്ടും നമ്മളെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് അടിപൊളിയായിരുന്നു എന്ന് പറയുന്ന രീതിക്കുള്ള വർക്കാണ് ഇത്. ഇതിലും പറയുകയാണെങ്കിൽ എല്ലാം തന്നെ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക. അതിനകത്ത് ആ ഒരു മ്യൂസിക് പ്ലേ ആവുന്ന സമയത്ത് തിയേറ്ററിൻ്റെ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. എല്ലാവരും കൈയടിക്കുന്നു, എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഇത്രയും ഈ ഇടയ്ക്ക് ഇറങ്ങിയ പടങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും ആളുകൾ എൻജോയ് ചെയ്തൊരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പടങ്ങളും ബെസ്റ്റാണ്. കണ്ടിന്യൂസ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളും ബെസ്റ്റാണ്, ഒന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇത്രയും അധികം ഓഡിയൻസ് എൻജോയ് ചെയ്ത് കണ്ടൊരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആവേശമാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിലും ഞാൻ പോയ തിയേറ്ററിലാണെങ്കിൽ അതിന് നല്ല തിരക്കുണ്ട്. എന്നാലും ആവേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രണ്ട് മോഡ് നിൽക്കുന്നത്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ഒരു പടമാണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അനുസരിച്ചുള്ളൊരു പടമായിരിക്കും അത്. ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കും. അതിൻ്റെ റിവ്യൂ ഉടനെ തന്നെ വരുന്നുണ്ട്. ഇത് അടിപൊളി, ആവേശം എന്ന് പറഞ്ഞാൽ അടിപൊളി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കാണാം. ഫാമിലിയായിട്ട് പോകാം, ഫ്രണ്ട്സായിട്ട് പോകാം, ചുമ്മാ എൻജോയ്. ഇപ്പം സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലീവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ടൊന്ന് കമ്പനി ആയിട്ടൊന്ന് പോയിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എൻജോയ് ചെയ്യാണ്, തിയേറ്റർ ഫുള്ളിൽ നിന്ന് കത്തുകയാണ്. അങ്ങനത്തെ ഒരു പടം ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ ഇത്രയും അധികം ഓഡിയൻസ് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തൊരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശമാണ്, എന്തുകൊണ്ടും ആവേശമാണ്. അപ്പോൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി ഒന്ന് കാണാൻ ശ്രമിക്കും. ഇതൊന്നും ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ മിസ്സാക്കരുത്. ഈ ഒരു പടത്തിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പടം കാണുക, എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.